എക്സ്ക്ലൂസീവ് വികസനത്തെ അപ്രസക്തമാക്കുന്ന അഴിമതിയാണ് കേരളത്തിലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരൻ. വികസനത്തിനൊപ്പം അഴിമതിയും നിറഞ്ഞു നിൽക്കുകയാണ്. സോളാർ കേസ് സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തു. മദ്യ നിരോധനമല്ല മദ്യവർജനമാണ് വേണ്ടതെന്നും പന്തളം സുധാകരൻ പറഞ്ഞു. കേരളം പ്രബുദ്ധമാണെന്നും ഏറ്റവും കൂടുതൽ അഴിമതിയും വികസനവും നടക്കുന്നത് കേരളത്തിലാണെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്തി മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി പന്തളം സുധാകരൻ പറഞ്ഞു. കേരളം പ്രബുദ്ധമാണ്. ഏറ്റവും കൂടുതൽ അഴിമതി കേസുകളും ഏറ്റവും കൂടുതൽ വികസന പ്രക്രിയയും നടക്കുന്നത് കേരളത്തിലാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്, ഒരു വശത്ത് അഴിമതി, ഒരു വശത്ത് വികസനവും. സരിതയും ബിജു രാധാകൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്നും പന്തളം അല്ല, ഏത് തരത്തിലുള്ള ആരോപണങ്ങളും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിയമം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നതല്ല മദ്യനിരോധനമെന്നാണ് മുൻ എക്സൈസ് മന്ത്രി അഭിപ്രായപ്പെട്ടത്. നിയമം മൂലം ഒരിക്കലും അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് ഒരിക്കലും ഒരു സ്ഥലത്തും ഈ മദ്യനിരോധനം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. ബോധവൽക്കരണത്തിൽ കൂടി മാത്രം സ്വന്തം മദ്യം വർജിക്കുക തന്നെയാണ്. കുറച്ചുനാൾ വിശ്രമിക്കാൻ മുഖ്യമന്ത്രി KM മാണിക്ക് നിർദ്ദേശം നൽകണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് യാഥാർത്ഥ്യമായതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പന്തളം സുധാകരൻ ഇങ്ങനെ പ്രതികരിച്ചു. ഞാനത് അദ്ദേഹത്തിനുള്ള അങ്ങേറ്റത്തെ ആദരവ് കൊണ്ട് അദ്ദേഹം കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് കുറേ കഴിഞ്ഞപ്പോൾ അത് ബോധ്യമായി എന്നുള്ളൊരു സത്യമാണ്. മുംബൈയിൽ ഫെഡറേഷൻ ഓഫ് ആൾ ഇന്ത്യ മറുനാടൻ മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച ONV അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു കവി, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രസിദ്ധനായ പന്തളം സുധാകരൻ. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. എറണാകുളം ഗസ്റ്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. ലാവ്ലിൻ കേസിലെ കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, വിശദാംശങ്ങൾ. സൗമ്യ, ഇന്ന് രാവിലെയായിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൌസിൽ അഡ്വക്കേറ്റ് ജനറൽ KP നന്ദമാണിയും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച ഏതാണ്ട് 20 മിനിറ്റോളം നീണ്ടുനിന്നു. ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ലാവ്ലിൻ കേസിൽ ഏറ്റ തിരിച്ചടി, അതോടൊപ്പം തന്നെ അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ വിജിലൻസ് കോടതിയിൽ പാമോലിൻ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായ പരാമർശങ്ങൾ, ഇവ രണ്ടുമാണ് ഇന്ന് അടിയന്തരമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പ്രേരിപ്പിച്ചത്. ലാവ്ലിൻ കേസ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം തന്നെയാണെന്ന് കോടതി തന്നെ ഒരു നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാമോലിൻ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ, ഇത് നീക്കി കിട്ടേണ്ടത് തെരഞ്ഞെടുപ്പ് അടുത്തുകൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതവുമാണ്. അപ്പോൾ ഇവ രണ്ടും ഏത് രീതിയിലാണ് ഇന്ന് നിയമവശങ്ങളുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകുക എന്ന് കൂടി വിലയിരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇരുവരും ഇന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് കൊച്ചിയിൽ ഇന്ന് മുഖ്യമന്ത്രി എത്തിയത്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച ഏതാണ്ട് 20 മിനിറ്റിലധികം നീണ്ടുനിന്നു. സൗമ്യ. ഡാനി പോളാണ് ആ വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡിന് കൈമാറി. 25 സീറ്റുകളിൽ യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കണമെന്നാണ് ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സാലിംഗ് ചേർന്നുണ്ട്. സാലിംഗ്, വിശദാംശം. സൗമ്യ, യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാന തലത്തിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ലിസ്റ്റ് എന്ന പേരിലാണ് സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത്. പ്രധാനമായും സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും യൂത്ത് കോൺഗ്രസിന് അംഗങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം നൽകാൻ കേരള ഘടകം തയ്യാറായിട്ടില്ല എന്നാണ് ആരോപിക്കുന്നത്. നിലവിൽ പറയുന്നത് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയാൽ പോലും സിറ്റിംഗ് സീറ്റുകൾ അല്ലാതെ 45 സീറ്റുകൾ കോൺഗ്രസിന്റെ കൈവശമുണ്ട്. ഇതിൽ ഒരു 25 സീറ്റെങ്കിലും യൂത്ത് കോൺഗ്രസിന് നൽകണം. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇടപെടണമെന്നാണ് ആവശ്യം. കൂടാതെ ഈ സംസ്ഥാന നേതാക്കൾ, അവർക്ക് മത്സരിക്കാൻ താല്പര്യമുള്ള മണ്ഡലങ്ങളുടെ പട്ടികയും ഇതിൽ കൈമാറിയിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിലെ പീരുമേട് മണ്ഡലമാണ് ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹം അതിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ അക്കാര്യം പറയുന്നുണ്ട്. ജനറൽ സെക്രട്ടറി CR മഹേഷിന് കരുനാഗപ്പള്ളി മണ്ഡലം നൽകണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. ആദം മുൻസിക്ക് ബേപ്പൂർ മണ്ഡലവും വിദ്യാ ബാലകൃഷ്ണന് കോഴിക്കോട് നോർത്ത് മണ്ഡലവും നൽകണം എന്നും ആവശ്യപ്പെടുന്നു. ഇതിനോടൊപ്പം KSUവും അവരുടേതായ ചില സ്ഥാനാർത്ഥി ആവശ്യങ്ങളൊക്കെ കേന്ദ്ര നേതൃത്വത്തിന് ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേശീയ പ്രസിഡന്റ് റോജി ജോൺ അങ്കമാലി മണ്ഡലത്തിലെങ്കിലും മത്സരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ജോയ് മലപ്പുറത്ത് ഏതെങ്കിലും മണ്ഡലങ്ങൾക്ക് ലക്ഷ്യം വെക്കുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രോഹിത് പാലക്കാടിലെ ഏതെങ്കിലും മണ്ഡലം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇത് സംസ്ഥാന നേതൃത്വം ഇക്കാര്യങ്ങളൊക്കെ അവഗണിക്കുമെന്നതുകൊണ്ടാകാം കേന്ദ്ര നേതൃത്വം വഴി ഒരു സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നത്. സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്. 25 സീറ്റുകളിൽ യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കണം എന്ന ആവശ്യവുമായി പട്ടികയുമായി യൂത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുകയാണ്.
പീപ്പിൾ എക്സ്ക്ലൂസീവ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ചെങ്ങന്നൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുത്തത്. വ്യാജരേഖകൾ ചമച്ച് 2013-14 കാലഘട്ടത്തിൽ 3 കോടി രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയെ തുടർന്നാണ് കേസ്. എഫ്ഐആറിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ 1ാം പ്രതിയും തുഷാർ വെള്ളാപ്പള്ളിയെ 2ാം പ്രതിയുമാക്കി ചെങ്ങന്നൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ചെങ്ങന്നൂർ ജുഡീഷ്യൽ 1st ക്ലാസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. 2013-14 കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയുമടക്കം 15 പേർ ചേർന്ന് മൈക്രോ ഫൈനാൻസിന്റെ മറവിൽ വ്യാജരേഖകൾ ചമച്ച് 3 കോടി രൂപ തട്ടിയെടുത്തുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. SN ട്രസ്റ്റ് ബോർഡ് മെമ്പറും ചെങ്ങന്നൂർ SNDP മുൻ കൗൺസിലറുമായ സുനിൽ വള്ളിയാണ് പരാതിക്കാരൻ. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. മൈക്രോ ഫൈനാൻസ് യൂണിറ്റിന്റെ മറവിൽ കൺവീനർ, ജോയിന്റ് കൺവീനർ എന്നിവരുടെ വ്യാജരേഖകൾ സമർപ്പിച്ച് യൂണിയൻ ബാങ്ക് കിടങ്ങന്നൂർ ശാഖയിൽ നിന്നും 4 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. വായ്പയ്ക്കായി ഉപയോഗിച്ച വ്യാജരേഖകൾ പരാതിക്കാരൻ കോടതിയിൽ ഹാജരാക്കി. ഇത് പരിഗണിച്ച കോടതിയാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. മനഃപൂർവ്വമുള്ള ഗൂഢാലോചന, തട്ടിപ്പ്, പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കൽ തുടങ്ങി ഇന്ത്യൻ പീനൽ കോഡിലെ 120B, 406, 420, 465, 468, 477, 471, 34 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ അനുവാദത്തോടെ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനായി 95 ലക്ഷം രൂപ വ്യാജരേഖകൾ ചമച്ച് തുഷാർ വെള്ളാപ്പള്ളി തട്ടിയെടുത്തതായും പരാതിയിലുണ്ട്. അടൂർ SNDP യൂണിയന്റെ കീഴിൽ നടന്ന തട്ടിപ്പിന് സമാനമായ തട്ടിപ്പാണ് ചെങ്ങന്നൂരിലും അരങ്ങേറിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കി. രാജ്യത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കും. പൊതുബജറ്റ് തിങ്കളാഴ്ച നടക്കുന്നതിന് മുന്നോടിയായാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് സർക്കാർ സമർപ്പിക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ചുള്ള അവലോകനം റിപ്പോർട്ടിൽ വ്യക്തമാക്കും. JNU രോഹിത് വെമുല വിഷയങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ചർച്ച തുടരും. രോഹിത് വെമുല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. സ്മൃതി ഇറാനി മറുപടി നൽകും. ചെങ്ങന്നൂർ മുളക്കുഴയിൽ ഗുണ്ടാ ആക്രമണത്തിൽ പെട്രോൾ പമ്പുടമ കൊല്ലപ്പെട്ട സംഭവത്തിൽ 3 പേർ പിടിയിൽ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു പമ്പുടമ മുരളീധരന് നേരെ ആക്രമണമുണ്ടായത്. എണ്ണയടിക്കുന്നതിനിടെയുണ്ടായ തർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. ചികിത്സയിലായിരുന്ന മുരളീധരൻ ഇന്നലെ പുലർച്ചെയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച സംസ്ഥാനത്ത് ഇന്ന് പമ്പുകൾ അടച്ചിടും. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ KSU നേതാവിന്റെ കാർ ഇടിച്ച് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ. അമിത വേഗത്തിൽ കാർ ഓടിച്ച നേതാവിനെതിരെ പോലീസ് ചുമത്തിയത് നിസ്സാര വകുപ്പുകൾ മാത്രം. തിരുവനന്തപുരം CET കോളേജ് കാമ്പൗണ്ടിൽ വാഹനമിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവം കേരള മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ KSU നേതാവിന്റെ കാറോട്ടത്തിൽ വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. 2ാം വർഷ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിരുദ വിദ്യാർത്ഥിനി ഗോപിക ജെയിനിയാണ് കോളേജിലെ KSU നേതാവും DCC പ്രസിഡന്റ് റോയ് കെ പൗലോസിന്റെ അനുയായിയുമായ സിജി ജോസഫ് അമിതവേഗത്തിൽ കാറിടിച്ച് തെറിപ്പിച്ചത്. വണ്ടി ഓവർ സ്പീഡായി ബാക്കിൽ നിന്ന് വന്ന് N ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ ബാക്കിൽ നിന്ന് വന്ന് ഇടിക്കുകയായിരുന്നു. വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര സ്പീഡോടുകൂടിയാണ് വന്ന് ഇടിച്ചത്. അപ്പോൾ തല ഇടിച്ചിട്ട് ബാക്കിൽ നിന്ന് കുറേ ബ്ലഡ് ഒക്കെ വന്നിരുന്നു. ഇപ്പോൾ സ്റ്റിച്ചുണ്ട് തലയ്ക്ക്. പിന്നെ ഇത് കോളേജിൻ്റെ ഒരു അനാസ്ഥ തന്നെയാണ്. കാരണം കോളേജിൽ വണ്ടി കയറ്റാൻ പാടില്ല എന്നൊരു നിയമമുള്ളതാണ്. ആ നിയമം ലംഘിച്ചുകൊണ്ട് ഈ കോളേജിൽ മാത്രം ഈ വണ്ടി കയറ്റുന്നത്. കോളേജ് സെക്യൂരിറ്റി ഉണ്ട്, പക്ഷേ ഇത് ആവശ്യസമയത്ത് മാത്രം സെക്യൂരിറ്റി ഇല്ല. അമിത വേഗത്തിൽ കോളേജ് ക്യാമ്പസിലേക്ക് സുഹൃത്തുക്കളുമായി എത്തിയ സിബിയെ മറ്റു വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തിരുന്നു. ഇത് വകവയ്ക്കാതെ തിരികെ പോകുമ്പോഴാണ് അപകടമുണ്ടായത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥിനിയെ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്യാൻ ആശുപത്രി അധികൃതരിൽ സമ്മർദ്ദമുണ്ടായി. എന്നാൽ കുട്ടിയുടെ പിതാവ് ഇതിന് തയ്യാറായില്ല. അപകടമാം വിധം വാഹനമോടിച്ചുവെന്ന നിസാര വകുപ്പ് മാത്രമാണ് സിബി ജോസഫിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന ആക്ഷേപവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മാർച്ച് 11 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്ന് ചരക്ക് ലോറി ഉടമകൾ. വാളയാർ ചെക്ക് പോസ്റ്റിൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. മാർച്ച് 11 വരെ സർക്കാരിന് സമയം അനുവദിക്കുകയാണെന്ന് ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ഭാരവാഹികൾ പാലക്കാട് അറിയിച്ചു. പാലക്കാട് ചേർന്ന ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ഭാരവാഹികളുടെയും കേരള തമിഴ്നാട് ലോറി ഉടമകളുടെയും യോഗമാണ് വീണ്ടും സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത്.
2015 ഏപ്രിൽ 6 തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും വാളയാർ ചെക്ക് പോസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ലോറി ഉടമകൾക്ക് ഉറപ്പു നൽകിയിരുന്നു. ചരക്ക് ലോറി ഉടമകൾ അനിശ്ചിതകാല സമരം നടത്തിയ സാഹചര്യത്തിലായിരുന്നു ഇത്. കുടിവെള്ളം ഒരുക്കുകയെന്ന ആവശ്യമല്ലാതെ മറ്റൊരു വിഷയത്തിലും സർക്കാർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരത്തിലേക്ക് പോകുന്നതെന്ന് ലോറി ഉടമകൾ അറിയിച്ചു. இந்த கோரிக்கை நிறைவேற்றலனா ஒத்த வண்டி கேரளாவுக்குள்ள நுழையாதுன்ற தீர்மானத்தை நாங்கள் எடுக்கிறோம். எந்த காரணத்தை கொண்டு நாங்கள் கேரளாவில் 11ஆம் தேதி வரலும் மத்திய அரசாங்கத்துக்கு மாநில அரசாங்கம் உடனடியாக எங்களுக்கு எழுதி கொடுத்துருக்கிற கோரிக்கையை நிறைவேற்றலனா 11ஆம் தேதி காலையில் 7 மணிலேருந்து இன்டெஃபினிட் சக்கா ஜாம் பண்ண வேண்டிய சூழ்நிலைக்கு நாங்கள் தள்ளப்பட்டிருக்கோம். കേരളത്തിലേക്കുള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടും വാളയാറിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനോ CCTV ക്യാമറകൾ സ്ഥാപിക്കാനോ വെയ്ബ്രിഡ്ജ് സൗകര്യമൊരുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. വാളയാറിൽ പുതുതായി ആരംഭിച്ച ടോൾ അവസാനിപ്പിക്കണമെന്നും ലോറി ഉടമകൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സോളാർ കമ്മീഷൻ ഇന്ന് തമ്പാനൂർ രവിയെ വിസ്തരിക്കും. സരിത കമ്മീഷനിൽ ഹാജരാകുന്നതിന് തലേനാൾ കമ്മീഷനിൽ പറയേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് തമ്പാനൂർ രവിയും സരിതയുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു. ഇതുവരെ സത്യം പുറത്തു പറയാതിരുന്നത് തമ്പാനൂർ രവിയുടെ പ്രേരണ കൊണ്ടാണെന്നും സരിത മൊഴി നൽകിയിരുന്നു. തമ്പാനൂർ രവിയുടെ ഫോൺ സംഭാഷണം അടങ്ങിയ CD സരിത കമ്മീഷനിൽ ഹാജരാക്കിയിരുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് തമ്പാനൂർ രവിയിൽ നിന്ന് കമ്മീഷൻ മൊഴിയെടുക്കും. ഇതിനുശേഷം പോലീസ് അസോസിയേഷൻ അഭിഭാഷകൻ സരിതയെ ഇന്ന് വിസ്താരം ചെയ്യും. ചെമ്മീനിലെ നായികയുടെ ഇഷ്ടവിഭവമാണ് ചെമ്മീൻ കറി. തന്റെ സ്വന്തം ചെമ്മീൻ കറിയുടെ ചേരുവ രഹസ്യമെന്തെന്ന് മലയാളികളോട് പങ്കുവയ്ക്കുകയാണ് കേരളത്തിന്റെ കറുത്തമ്മ. കൊല്ലത്തെ കടലിൽ പോയ പുത്തൻമലക്കാരുടെ വലയിൽ കുടുങ്ങിയ ചെമ്മീനാണ് കറുത്തമ്മ സ്വന്തം രുചിക്കൂട്ടിൽ പാചകം ചെയ്തത്. 20 മിനിറ്റ് കൊണ്ട് റാവിസിലെ ഷെഫ് രഞ്ജിത്തിന്റെ സഹായത്തോടെ കറി റെഡിയാക്കി. തന്റെ റെസിപ്പിയല്ലേ ഉഗ്രനാണെന്ന് രുചിച്ചു നോക്കിയ ഷീലയുടെ കമന്റ്. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത തനിക്ക് അമ്മ പറഞ്ഞു തന്നതാണ് ഈ രുചിക്കൂട്ടെന്ന് ഷീലയുടെ വെളിപ്പെടുത്തൽ. ഞാൻ എവിടെയെങ്കിലും പോയാലേ ചെമ്മീൻ മേടിച്ചുകൊണ്ടുവന്ന ഈ ഒരു ഡിഷ് മാത്രം ഞാനാണ് ഉണ്ടാക്കുന്നത്. എന്നോട് പറയും ഇത് ഉണ്ടാക്കും. കാരണം പല പ്രാവശ്യം ഉണ്ടാക്കി അത് മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷേ അവരെല്ലാം കൊണ്ടുവന്ന് റെഡിയായിട്ട് വെക്കണം കേട്ടോ. ഇതുപോലെ എല്ലാം നിങ്ങൾ കണ്ടില്ല, അതുപോലെ റെഡിയായിട്ട് വെച്ചാൽ കറക്റ്റായിട്ട് അളവൊക്കെ ഞാൻ ഇട്ടിട്ട് ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കും. പാചകകല പഠിക്കാത്തതിൽ വിഷമമില്ലെന്നും ഷീല പറഞ്ഞു. എന്തായാലും ഇനി ഷീലയുടെ സ്വന്തം ചെമ്മീൻ കറി കൊല്ലം റാവിസിന്റെ മെനുവിലും ഇടം നേടും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംഗീതരംഗത്തെ കുലപതികളെ ആദരിക്കുന്നതായിരുന്നു സ്വർലിയ കൈരളി ഗന്ധർവ സന്ധ്യ പുരസ്കാരദാന ചടങ്ങ്. ലെജൻഡറി പുരസ്കാരം ഉഷ ഉദുപ്പും സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ജെറി അമൽദേവും വാണി ജയറാമും സ്വർലിയ കൈരളി യേശുദാസ് അവാർഡ് ഔസേപ്പച്ചനും ഏറ്റുവാങ്ങി. അനശ്വര കവി ONVയുടെ സ്മരണകൾ അലയടിച്ചുയരുന്ന വേദിയിൽ ഇന്ത്യൻ സംഗീതത്തിലെ 4 അസാമാന്യ പ്രതിഭകൾ ആദരിക്കപ്പെട്ടപ്പോൾ ധന്യമായത് മലയാള സംഗീതം തന്നെയാണ്. മധുര 16-ലെത്തിയ ഗന്ധർവസന്ധിയുടെ അവാർഡ് നിശ സമാനതകളില്ലാത്ത അനുഭവമായി മാറുകയായിരുന്നു. ലെജൻഡറി അവാർഡ് വിഖ്യാത പോപ്പ് ഗായിക ഉഷ ഉദുപ്പും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വാണി ജയറാമും ജെറി അമൽദേവും സ്വർലയ കൈരളി യേശുദാസ് അവാർഡ് ഔസേപ്പച്ചനും യേശുദാസിൽ നിന്ന് ഏറ്റുവാങ്ങി. അവാർഡ് ഏറ്റുവാങ്ങിയവരെല്ലാം മറുപടി പറഞ്ഞത് സംഗീതത്തിന്റെ ഭാഷയിൽ തന്നെ. ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. മലയാളികളുടെ സംഗീത കാമനകളിൽ തേന്മഴ പെയ്തിറങ്ങിയ വാണി ജയറാം യേശുദാസ് ഡ്യുവറ്റ് ശബ്ദം ഒരിക്കൽ കൂടി വേദിയിൽ മുഴങ്ങിയപ്പോൾ സദസ്സിൽ നിലയ്ക്കാത്ത കരഘോഷം ഉയർന്നു. പൂക്കൾ പനിനീർ പൂക്കൾ ഈണം കിളിതന്നീണം ആയിരം കണ്ണുമായി എന്ന ഗാനം അമേരിക്കൻ സംഗീതജ്ഞൻ ഗ്രേസി ആലപിച്ചത് വിസ്മയകരമായ ഒരു അനുഭവമായി. ജന്മസാഫല്യമേ
വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. ചടങ്ങിന് കൊഴുപ്പേകാൻ റിമ കല്ലിങ്ങിന്റെ നൃത്തവും മറ്റനുബന്ധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. MA ബേബി MLA, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, മേയർ VK പ്രശാന്ത്, സുർലയ ഭാരവാഹികളായ രാജ്മോഹൻ, EM നജീബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.